എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് പേപ്പർ വെച്ചിട്ട് ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വൈറ്റ് ഇങ്ക് വെച്ചിട്ട് കുറച്ച് ഡിസൈൻസ് ആണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ക്ലൗഡ് ഷേപ്സ് ആണ് വരയ്ക്കുന്നത്. ഇനി ചിലതിൻ്റെ ഉള്ളിൽ മാത്രം വൈറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചിലത് അങ്ങനെ ഗ്യാപ്പായിട്ട് തന്നെ വിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ ഇവിടെയായിട്ട് കുറച്ച് സ്റ്റാർസും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് പാക്കറ്റാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സൈഡിലത്തെ ആ വൈറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ പേപ്പർ ഇതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് കൊടുത്തിട്ട് 3 ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആ പേപ്പർ ഒന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ യൂണിക്കോൺ തീമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള യൂണിക്കോൺ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതൊന്ന് ഈ പേപ്പറിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ഗ്യാപ്പുകളൊക്കെ കുറച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിക്കോണിനൊന്ന് ബ്ലാക്ക് പെൻ വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. ഇപ്പോൾ നമ്മളൊരു യൂണിക്കോൺ തീംഡ് പാറ്റേൺ പേപ്പർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വാട്ടർ പ്രൂഫ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പം ഇങ്ങനെ കവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. മൊത്തമായിട്ട് 2 സൈഡിലും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മടക്കിയ പോലെ അതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ആക്കി കൊടുക്കുക 2 സൈഡിലും. ഇനി എക്സ്ട്രാ വല്ല സെല്ലോ ടേപ്പും പുറത്തേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ദേ നമുക്ക് ഇതുപോലത്തെ ഒരു പോക്കറ്റായിട്ട് റെഡിയായി കിട്ടും. ഇനി നമ്മൾ നേരത്തെ പേപ്പർ ഇൻസേർട്ട് ചെയ്തില്ലേ കവറിൽ, അപ്പോൾ നമ്മളുടെ ആ ഒരു ഭാഗം ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡെക്കറേഷൻസോ ഗ്ലിറ്റേഴ്സൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഈ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നതിന് മുന്നേ. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ സിമ്പിളായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് പൗച്ചിൻ്റെ ഫോമിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് എടുക്കാം, വെൽക്രോ എടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ വെൽക്രോ ആണ് എടുക്കുന്നത്. വെൽക്രോയുടെ മേലെ നാനോ ടേപ്പ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നാനോ ടേപ്പ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെയും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ പെൻസിൽ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ വാട്ടർ പ്രൂഫാണ്, നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ